ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് എത്ര സമയമായി? ഇതിപ്പോ 3 മാസമായി. 3 മാസം കഴിഞ്ഞിരിക്കുന്നു അല്ലേ? ഇപ്പോൾ ആ ഫ്രഷ്നെസ് വീടിനകത്ത് പല സ്ഥലത്തും. ഓക്കെ, ഓക്സിക്കോ ഹോംസ് എങ്ങനെയാണ് അവരിലേക്ക് എത്തിച്ചേരുന്നതും അവരെങ്ങനെയാണ് പരിചയപ്പെടുന്നതും? ഒരു ഫ്രണ്ടിന്റെ കോണ്ടാക്റ്റിലൂടെ കിട്ടിയത്. പിന്നെ ലക്ഷ്മി നാരായണനാണ് ചീഫ് ആർക്കിടെക്ട്. പുള്ളിയായിട്ട് സംസാരിച്ചു. ആ ഒരു ഇന്ററാക്ഷനിൽ ഫൈനലൈസ് ചെയ്തു. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ട ആൾ. എനിക്കൊരൊറ്റ കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ. മെയിൻലി ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യം ഇവിടെ ഒന്ന് ഓവർസീ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നാട്ടിലാളുണ്ടാവില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം കമ്മ്യൂണിക്കേഷൻ ത്രൂ ഫോൺ തന്നെ ആയിരിക്കും. അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും സ്മൂത്ത് ആയിരിക്കണം. എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചെടുക്കണം. അപ്പോൾ അതിന്റെ ഒരു അഷുറൻസിലാണ് നമ്മൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ഇത് തന്നെയായിരുന്നു. പിന്നെ ഗോയിങ് ഫോർവേഡ് അത് അവർ പ്രൂവ് ചെയ്തു. ശരി. അല്ല, നമ്മളിപ്പോൾ ഒരു വീട് വെക്കുമ്പോഴേ നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്കത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു രീതികളൊക്കെ നമുക്ക് കംഫർട്ട് ആയിരുന്നോ? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതിൻ്റെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ക്രിയേറ്റീവായിട്ട് ഒരു ഐഡിയ ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പം റിക്വയർമെൻറ്റ് ചോദിച്ച സമയത്ത് വി സെറ്റ് ലൈക്ക് 4 bedrooms വേണം, ബാക്കിയുള്ള ഈ ഡിസൈനും കാര്യങ്ങളും ഫ്ലോർ പ്ലാനും എല്ലാം ലക്ഷ്മിയുടെ ഐഡിയ തന്നെയായിരുന്നു. ആൻഡ് 3D റെൻഡേഴ്സ് കാണിച്ചാണ്, വിച്ച് വാസ് സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. അതുകൊണ്ട് ചെറിയ മൈനർ ചേഞ്ചസ് പറഞ്ഞെങ്കിലും അത് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ രീതിക്ക് അനുസരിച്ച് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ ഈ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഇവർ എനർജറ്റിക് ആയിട്ടുള്ള 5 ചെറുപ്പക്കാരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു വർക്ക് അവരെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ എക്സിക്യൂഷൻ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ സൂപ്പർവിഷൻ, ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, പിന്നെ നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്, ആ കാര്യങ്ങളിലൊക്കെ ഇവർ ഓക്കെ ആയിരുന്നു. അതെ, പ്രത്യേകിച്ച് ഞാനൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അവരോട് ഇന്ററാക്ട് ചെയ്യാനും ഒരു ഈഗോ പ്രശ്നം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. എല്ലാം സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു. എന്തുണ്ടെങ്കിലും തുറന്നു പറയും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഓവറോൾ ഇറ്റ് വാസ് എ സ്മൂത്ത് എക്സ്പീരിയൻസ്. ഓക്കെ, സോ ആഫ്റ്റർ ഓൾ വീട് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ വിചാരിച്ചിരുന്ന ആ ഒരു കൺസെപ്റ്റിലേക്കൊക്കെ വീട് എത്തിച്ചേർന്നു? ഏകദേശം എത്തിച്ചേർന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരാൾക്ക് വേണമെങ്കിൽ ഇവരെ സജസ്റ്റ് ചെയ്യുന്ന. താങ്ക് യു വെരി മച്ച്.